ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി കളമശ്ശേരിക്ക് വളരെ അടുത്ത്, കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിക്കും മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം മാറി 5300 ലാൻഡും 2655 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 1,30,00,000 രൂപ ചോദിക്കുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഈ വില്ല വരുന്നത് ഏകദേശം ഒരു 13ഓളം വില്ലകളുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള വില്ലയാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് റോഡ് വരുന്നത് 4 മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡാണ് വരുന്നത്. മൊത്തം വില്ല വരുന്നത് ഏകദേശം 13ഓളം വില്ലകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 8ഓളം വില്ലകൾ സെയിലായിട്ടുണ്ട്. അതിനകത്ത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കാർ പോർച്ചൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് SUV പോലുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലാണ്. കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച്, നമുക്ക് SUV പോലുള്ള വലിയ മനോഹരമായ വാഹനം നിൽക്കാവുന്ന രീതിയിലാണ് കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ചെറിയൊരു ഗാർഡൻ വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു ചെറിയ വണ്ടി കൂടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നമുക്ക് ഒരു കിണർ സംവിധാനവും ജലലഭ്യതയ്ക്കായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ KWD വാട്ടർ കണക്ഷനും നമുക്ക് ഈ വീടിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ചെറിയൊരു ഗാർഡൻ വർക്കും നമുക്ക് സിറ്റ് ഔട്ടിനായിട്ട് സിറ്റ് ഔട്ട് ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഫ്രണ്ട് ഡോറാണ്. ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞാൽ തേക്ക് മരത്തിൽ നല്ല പാനലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള സൈഡ് വിൻഡോയൊക്കെ കൂടിയിട്ടുള്ള നല്ല വലിയ വിട്ടിലായിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലും നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് വരുന്നത്. നമുക്ക് വലിയ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു ചെറിയ TV യൂണിറ്റും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ലിവിങ് സ്പേസിനെ നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടി ഡബിൾ ഹൈറ്റൊക്കെ നൽകി നല്ല മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമുക്ക് ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി ബിൽഡറിലൂടെ നൽകിയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. നമുക്ക് 8-10 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നമുക്ക് ഡൈനിങ് സ്പേസിലും നല്ല ഭംഗിയാക്കി നൽകിയിട്ടുണ്ട്. നല്ല ഫുൾ കവേഡായിട്ട് നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും നമുക്ക് ഡൈനിങ് സ്പേസിലും വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നും സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ നമുക്ക് നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വാഷ് ബേസിൻ്റെ അടിയിൽ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ ഇത് ഡബിൾ ഹൈറ്റ് നൽകി നല്ല ഗ്ലാസ് യൂണിറ്റൊക്കെ നൽകി കൂടാതെ ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയാണ് ഈ വാഷ് ബേസിൻ കൗണ്ടർ നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിനോട് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഗ്ലാസ് വിൻഡോയും കൂടാതെ നമുക്ക് നല്ലൊരു വാട്ടർ ഫൗണ്ടനും നമുക്ക് ഈ വീടിനായിട്ട് നല്ല ഡിസൈനിലുള്ള വാട്ടർ ഫൗണ്ടനും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ല വിശാലമായ കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ എൻട്രിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് ഈ കിച്ചണിനായിട്ട് വരുന്നുണ്ട്. കിച്ചണും നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് വരുന്നത്. കൂടാതെ നല്ല മനോഹരമായിട്ടുള്ള കബോർഡ് വർക്കുകളും നമുക്ക് 2 സ്റ്റെപ്പുകളായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിനകത്തെടുത്ത കബോർഡ് വർക്കുകളും വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും നമുക്ക് ഈ കിച്ചണിലായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ഫാൾസിലും വർക്കുകളും ഈ കിച്ചണിലും വരുന്നുണ്ട്. കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല വിട്ട് ലെങ്ത്തൊക്കെ ഉള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് വർക്ക് ഏരിയക്കുള്ള പോർഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്.
ഇവിടെ നമുക്ക് കിച്ചൻ്റെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെയും നമുക്ക് വരുന്നുണ്ട്. കൂടാതെ ഫ്രിഡ്ജൊക്കെ വയ്ക്കാവുന്ന പോർഷനും നമുക്കിവിടെ സൈഡിലേക്ക് മാറ്റി ഒതുങ്ങിയിരിക്കാവുന്ന രീതിയിൽ സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഇവിടെ ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്ക് സൈഡിലേക്ക് ഒതുക്കി നല്ല ഭംഗിയുള്ള ഡിസൈനിലായിട്ട് നമുക്ക് വാൾഡ്രോബ്സുകളും വരുന്നുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഈ സൈഡിലേക്കായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാൾസീലും വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാത്റൂമിനായിട്ട്, കൂടാതെ ഒരു വാഷ് ബേസിനും നമുക്ക് ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മനോഹരമായ വാൾഡ്രോബ്സ് 5 കള്ളിയോളം ഉണ്ട് വാൾഡ്രോബ്സിനായിട്ട് ഇവിടെ വരുന്നത്. നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഈ സൈഡിലേക്കും നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഫാൾസീലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നമുക്ക് ബാത്റൂം കണ്ടാൽ തന്നെ ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ബാത്റൂമാണ് വരുന്നത്. നമുക്ക് ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് ജാഗ്വാറൊക്കെയാണ്. ഈ കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്ക് സൈഡിലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഈ ബാത്റൂമിനായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി മുകളിലെ നിലയിലേക്ക് പോകാം. മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയത് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വുഡൊക്കെ വെച്ചിട്ട് നല്ല പാനലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലൊക്കെ വരുന്നത് നമുക്ക് വുഡും കൂടാതെ ടഫ്ലോൺ ഗ്ലാസ്സുകളൊക്കെയാണ് നല്ല ഡിസൈന് വേണ്ടി നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്ലാസ് വിൻഡോയും വെളിച്ചം കിട്ടുന്നതാണ്. അപ്പർ ലിവിങ് ഏരിയയിൽ വെളിച്ചം കിട്ടുന്നതിന് നല്ല ഗ്ലാസ് വിൻഡോയും വരുന്നുണ്ട്. കൂടാതെ മനോഹരമായ ഫാൾസീലും വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമുക്ക് ഈ അപ്പർ ലിവിങ് ഏരിയയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ലിവിങ് ഏരിയയുടെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് TV യൂണിറ്റ്, താഴെ ഈ TV യൂണിറ്റ് ചെറിയ വലിപ്പം കുറവായതിനാൽ തന്നെ മുകളിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള TV യൂണിറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് TV യൂണിറ്റിൻ്റെ അടിയിലായിട്ട് വരുന്നുണ്ട്. നല്ല ഫാൾസീലും വർക്കുകളും നമുക്ക് ഈ അപ്പർ ലിവിങ് ഏരിയയിലും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമും താഴെ 2 ബെഡ്റൂമാണ് ഈ വീടിനായിട്ട് വരുന്നത്. ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്ക് ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഫാൾസീലും വർക്കുകളും നല്ല ഡിസൈനിലുള്ള ഫാൾസീലും വർക്കുകളും ലൈറ്റുകളൊക്കെ നമുക്ക് ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നിങ്ങൾക്ക് ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. നമുക്ക് ഫിറ്റിങ്സൊക്കെ ജാഗ്വാറും സെറിയുടെ ഫിറ്റിങ്സാണ് വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിന് കൂടി കൗണ്ടർ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4 ബെഡ്റൂമാണ് ഇവിടെ. 4 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ വാൾഡ്രോബ്സുകളും 5 കള്ളിയിലായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ വാൾഡ്രോബ്സുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഫാൾസീലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സൊക്കെ നമുക്ക് ജാഗ്വാറിൻ്റെയൊക്കെയാണ് വരുന്നത്. കൂടാതെ കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി കവേർഡ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷനും നമുക്ക് ഈ ഭാഗത്ത് സൈഡിലേക്ക് മാറ്റിയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി അത്യാവശ്യം നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ബാൽക്കണിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബോർഡറായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന SS സ്റ്റീലും കൂടാതെ നമുക്ക് ടഫ്ലോൺ ഗ്ലാസ്സുകളുമാണ് ഈ ബാൽക്കണിക്കായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കൂടാതെ ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം മാറി 5300 സെൻറ്റ് ലാൻഡും കൂടാതെ 2650 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി ഒരു വർക്ക് ഏരിയ സംവിധാനത്തോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്.